മഴയത്ത് കൊട്ടിയൂർ മഹാദേവനെ കാണാൻ ഒരു യാത്ര. തൃശ്ശൂരിൽ നിന്ന് ലോകമാന്യ തിലക് സൂപ്പർ ഫാസ്റ്റ് 6:20-നാണ്. ഞങ്ങൾ 18 പേരുണ്ടായിരുന്നു. ശാരിയാണ് ടൂർ ഓർഗനൈസ് ചെയ്തത്, യാത്ര തിരിച്ചത്. അങ്ങനെ ഞങ്ങൾ തലശ്ശേരി എത്തി. അവിടെ ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ അമ്പലത്തിലേക്ക്. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ, രണ്ടും ഓപ്പോസിറ്റാണ്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ 30 ദിവസം അവിടെ ഉത്സവമാണ്. ആ ഗ്രാമത്തിലെ, കണ്ണൂർ ഗ്രാമത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെ ദേവന്മാരും ദേവിമാരും ഇവിടെ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ബാവലിപ്പുഴയുടെ തീരത്താണ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേത്രവും അതിനുള്ള പർണശാലകളും ഒക്കെ. അപ്പോൾ പുഴയിലൊക്കെ കുളിച്ച് നമുക്ക് 2 പാലമുണ്ട്. ഒരു പാലം നമുക്ക് ഭഗവാനും ഭഗവതിയും പ്രദക്ഷിണം വയ്ക്കുന്നിടത്തേക്കാണ്. ഒരു പാലം കുറേ നേരം ക്യൂ നിന്നാൽ ഭഗവാന്റെ മുമ്പിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടോ, ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയാണ് ഇത്. ശിവേലി നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു 12 മണിയോ, കൃത്യമായി സമയം പറയാൻ സാധിക്കില്ല. എന്തായാലും ഉച്ച സമയത്താണ് ഭഗവാനെയും ഭഗവതിയും നമുക്ക് 2 ആനകളിൽ എഴുന്നള്ളിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർ വെള്ളം കുടിക്കുന്നതും അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളും പ്രകൃതിയും മഴയും എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉണർവ് വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടികളെ കണ്ട നല്ല സന്തോഷമാണ് കേട്ടോ. അവർ വെള്ളത്തിൽ കളിക്കുന്ന പോലെ നമ്മളെല്ലാവരും കുട്ടികളായി മാറും. ഇവിടെയാണ് പ്രസാദം നേദിക്കുന്ന സ്ഥലം. പക്ഷെ അവിടെ ഒരു തരി പോലും വെണ്ണീർ ഉണ്ടാവുകയില്ല. ഇവിടെയാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഇപ്പോഴും അവിടെ പൂജയായിരിക്കും. ഈ പ്രദക്ഷിണ വഴിയിൽ കൂടെ നമുക്ക് ഇതെല്ലാം കണ്ട് 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാം. ഇതാണ് അമ്മാറക്കല്ല്. അമ്മ മറിഞ്ഞുപോയ കല്ല്. സാക്ഷാൽ പാർവതി ദേവി മറിഞ്ഞുപോയ സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുട്ടികളാണ്. അത്രയും രസമാണിത്. തിരിച്ച് രാത്രി 9:20-നുള്ള മലബാർ എക്സ്പ്രസ്സിലാണ് തിരിച്ച് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ.